അങ്ങനെ പ്രധാനമന്ത്രിയെ കാണാൻ പോയ തിരുവനന്തപുരത്തെ ഏതാണ്ട് എല്ലാ കൗൺസിലർമാരും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോട്ടയം, എറണാകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോയ BJP ചിഹ്നത്തിൽ മത്സരിച്ച ജനപ്രതിനിധികളും ഡൽഹിയിലെത്തി. വമ്പിച്ച സ്വീകരണങ്ങൾ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തീവണ്ടിയിൽ, സാധാരണക്കാരൻ്റെ വണ്ടിയിലാണ് അവർ യാത്ര ചെയ്തത്. കേരള എക്സ്പ്രസ്സിൽ, വന്ദേ ഭാരത് എക്സ്പ്രസ്സിലും അങ്ങനെയുള്ള എക്സ്പ്രസ്സിലുമൊന്നും അല്ല, രാജധാനി എക്സ്പ്രസ്സിലും അല്ല, സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന തീവണ്ടിയിൽ സാധാരണക്കാരോട് ഒത്ത് യാത്ര ചെയ്തു. അതിൽ തന്നെ ഒരു കെമിസ്ട്രി ഉണ്ട്. സാധാരണക്കാരുടെ വിഹ്വലതകൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിൻ്റെ കേസിൽ തന്നെ പെട്ടിട്ട് അതിൻ്റെ കഥ സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രമുഖ പത്രത്തിൽ എഴുതേണ്ടി വന്ന ആളിനെ പോലുള്ള ധാരാളം ആളുകൾ ഉണ്ടാകുമല്ലോ. അവരുടെയൊക്കെ കഥകൾ, അവരുടെ പ്രദേശത്തിൻ്റെ കഥകൾ, അവരുടെ സമൂഹം, ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ നേരിട്ടറിയുന്ന ഒരു കെമിസ്ട്രി, ഒരു റിയാക്ഷൻ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ജനപ്രതിനിധികൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരായിട്ട് മാറുകയാണ്. അല്ലാതെ ദന്തഗോപുരത്തിനകത്തിടുന്നുകൊണ്ട് തപസ്സു ചെയ്യുന്നവരായിട്ട് മാറുകയല്ല. 5 സ്റ്റാർ ഹോട്ടലുകളിലെ വമ്പിച്ച ആഡംബര സദ്യകൾ അനുഭവിച്ച് ആസ്വദിച്ച് നടക്കുന്ന ജനങ്ങളുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ആളുകളായിട്ട് മാറുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യവും അതുതന്നെയാണ്. ട്രെയിനിൽ തന്നെ വരാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യവും അതുതന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ അവരിൽ നേരിട്ട് കണ്ടു. അവരോടൊപ്പം ഇരുന്നു പ്രധാനമന്ത്രി, അവരിൽ ഒരാളായിട്ടിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ടുള്ള VV രാജേഷ്, ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള വനിത ആശാനാഥ്, ഒരുപക്ഷെ VV രാജേഷിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ പ്രിയം ഏറ്റുവാങ്ങുന്നത്. കാരണം ഒരുപാട് അനുഭവിച്ചതാണ് അവർ. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു അഹങ്കാരിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ഞെരിച്ചമർത്തിയപ്പോൾ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഒരു സമാശ്വാസത്തിൻ്റെ, ഒരു ആശ്വാസത്തിൻ്റെ നിശ്വാസം വിടുകയാണ് തിരുവനന്തപുരം വാസികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാമർ കൂടിയ താരവും കൗൺസിലറുമായിട്ടുള്ള ആശാനാഥനും വമ്പിച്ച സ്വീകരണമാണ്. എറണാകുളം വഴി പോയപ്പോൾ എറണാകുളത്തും വമ്പിച്ച സ്വീകരണം, ഒരു താരപരിവേഷമാണ് അവർക്ക് എറണാകുളത്തെ ജനങ്ങൾ സ്വീകരണത്തിൽ തന്നെ നൽകിയത്. അത് ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി അവരോട് പറഞ്ഞത് ഇത് തന്നെയാണ്. നിങ്ങൾ വലിയേറെ കാറിൽ ഞാൻ പോകുമ്പോൾ ഞാൻ മേയറാണെന്ന് നാട്ടുകാർ മുഴുവൻ തിരിച്ചണിഞ്ഞോണം എന്നുള്ള അഹമ്മതിയോടുകൂടി, അഹങ്കാരത്തോടു കൂടി പോകുന്ന മേയർമാരോ ജനപ്രതിനിധികളോ ആകാൻ പാടില്ല. പിന്നെ എന്താണ് വേണ്ടത്? മോദി അവർക്ക് പറഞ്ഞു കൊടുത്തു, എപ്പോഴും ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം, എപ്പോഴും ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അതാണ് അവസാനമായിട്ടും പറയാനുള്ളത്, എപ്പോഴും ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അതാണ് ജനപ്രതിനിധി. അല്ലാതെ CPM പറയുന്ന പോലെ AKG സെൻറ്ററിൽ എപ്പോഴും കാണണം എന്ന് പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നത് പോലെ സോണിയാഗാന്ധി കുടുംബത്തോട് എപ്പോഴും നിൽക്കണം എന്ന് പറയുന്നത് പോലെ ഒരു വർത്തമാനമല്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായവുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, പക്ഷേ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം. ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്ന മുൻ DGP ഉണ്ടല്ലോ, അവരോടും ഇതേ പറയാനുള്ളൂ. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നോടൊപ്പം വരണ്ട, എന്നെ കാണാനും വരണ്ട, പക്ഷേ ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും എന്നുള്ളൊരു വാണിംഗും കൂടാതെ നൽകുന്നത്. കാരണം ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുക, ജനങ്ങളോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, ഇതൊക്കെയാണ് BJP. അല്ലാതെ വലിയ മാജിക്കുകളൊന്നും അല്ല കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് BJP ജയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അവരുടെ സംവേദനങ്ങൾ, അത് ഉൾക്കൊള്ളാനുള്ള കരുത്ത്, ഇതിലൂടെയാണ് BJP സ്ഥിരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ജനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ഇല്ലാത്ത കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, ആ തട്ടിപ്പുകൾ കൊണ്ടൊക്കെ കോപ്പി അടിച്ച് ജയിക്കാമെന്ന് വിചാരിക്കുന്ന പോലെ ജോർജ് സോറസ് പറഞ്ഞത്, അതുപോലെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും എഴുതി വെച്ചതുമൊക്കെ കോപ്പി അടിച്ചുകൊണ്ട് പരീക്ഷ ജയിക്കാമെന്ന് വിചാരിച്ചാൽ കോപ്പി കയ്യോടെ പിടിക്കപ്പെടും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പാർലമെൻറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല, പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി പാർലമെൻറ്റിലെ അംഗത്വവും അതുപോലെ തന്നെ അതോടുകൂടി അംഗമല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പ്രശ്നമില്ലല്ലോ, അതും കൂടി നഷ്ടപ്പെടാൻ പോവുക. സ്വയം നശിപ്പിച്ചൊരു തരം ആത്മാഹുതിയാണ്. താൻ എന്തൊക്കെയോ വലിയ ഹീറോ പരിവേഷമുള്ള കാര്യങ്ങളാണ് ചെയ്തതെന്ന് വിചാരിച്ച അബദ്ധങ്ങൾ, ഹിമാലയൻ ബ്ലണ്ടറുകളാണ് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന പാർലമെൻറ്റിൽ. അതേസമയം ശശി തരൂർ, കേരളീയൻ, നമുക്ക് അഭിമാനമുണ്ട്, കേരളീയനായ ശശി തരൂർ മോദിയെയും നിർമ്മല സീതാരാമൻ്റെ ബജറ്റിനെയും അതിശക്തമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, അങ്ങനെ വേണം, അതിനാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അവിടെ ഏകപക്ഷീയമായ ഭരണമല്ല, അവിടെ ചെക്സ് ആൻഡ് ബാലൻസസ് വേണം. ഒരുപക്ഷെ ഭരണപക്ഷം അതിരു കടക്കുന്നുവെങ്കിൽ അതിനെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് പ്രതിപക്ഷം.
അല്ലാതെ കോപ്പി അടിച്ച് പരീക്ഷ ജയിക്കാനുള്ള സംരംഭം അല്ല. അതാണ് കള്ളത്തരമാണ് കാണിച്ചത് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ചോർ ഹൈ എന്ന് പറയത്തക്ക വിധത്തിലുള്ള തൊട്ടാൽ കുരുക്കാത്ത നുണകളുടെ പരമ്പരയാണ്. ഒരു സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഈ കള്ളങ്ങളെന്ന് പറയുന്ന ഒരു ബോധ്യവുമില്ലാത്ത കള്ളങ്ങൾ, പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് കാലം തന്നെ തെളിയിച്ചില്ലേ? നരവനയുടെ പുസ്തകമാണ്, അത് പ്രസിദ്ധീകരിച്ചതാണെന്നും പറഞ്ഞാണ് കള്ളം പറഞ്ഞത്. ഇതുവരെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്ന് അത് എഴുതിയ ആൾ തന്നെ പറയും. പിന്നെ ഏത് നരവനയുടെ പുസ്തകമാണ് ഇദ്ദേഹം കൊണ്ടെന്ന് അവിടെ വായിച്ചത്? അതുപോലെ തന്നെ ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. ഒപ്പെന്ന് പറയുന്ന ഇടത്തില്ല അദ്ദേഹം, അതിലൊപ്പിടില്ല. അതുപോട്ടെ, സ്പീക്കർക്കെതിരെ ഒരു പ്രമേയം തൃണമൂൽ ഒഴിച്ചുള്ള കക്ഷികൾ കൊണ്ടുവന്നു, അതിലും അദ്ദേഹം ഒപ്പിടില്ല. അത് ജനങ്ങളോടൊപ്പം നിൽക്കണ്ട, അദ്ദേഹം ജനപ്രതിനിധികളോടൊപ്പം നിൽക്കണ്ടേ? അതും ചെയ്യുന്നില്ല. വഴി പോകുമ്പോൾ കാണുന്ന കൗതുകങ്ങൾക്ക് വേണ്ടി ബനാന ഫ്രൈ കിട്ടുന്ന കടകളിലും പൊറോട്ട കിട്ടുന്ന കടകളിലും ഒക്കെ ചാടി കയറുന്നു. ഒരു കൗതുകത്തിന് വേണ്ടി റിസ്ക് ടൂറിസം പോലെ കടലിലേക്ക് എടുത്തിയാടുന്നു, സുരക്ഷ അവതാളത്തിലാക്കുന്നു. പിന്നെ ഡേറ്റിംഗ്, അത് മലേഷ്യയിലും കൊളംബോയിലും ഒക്കെ ആഡംബരപൂർവ്വം നടത്തുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ട്, അതിനു വേണ്ടിയിട്ടാണ് സൗകര്യപൂർവ്വം കല്യാണവും കഴിക്കാതിരിക്കുന്നത്. അപ്പോൾ സ്വതന്ത്രനായില്ല, ഭാര്യ വഴക്കെടുത്തല്ലോ. ഈ രീതിയിലുള്ള അല്ല ജനങ്ങളുമായിട്ടുള്ള ബന്ധമല്ല, കോൾ ഗേൾസുമായിട്ടുള്ള ബന്ധമല്ല, കാമുകിമാരും സഖികളുമായിട്ടുള്ള ബന്ധമല്ല ജനപ്രതിനിധിക്ക് വേണ്ടത്. ബ്രിട്ടനിൽ നമ്മൾ കണ്ടല്ലോ, ആൻഡ്രൂ രാജകുമാരൻ അങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നു. രാജസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, രാജകുടുംബത്തിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹം കിടന്ന് അനുഭവിക്കുന്നു. അതുപോലെയാണ് നമ്മളിപ്പോൾ രാജഭരണത്തിൽ അല്ലെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്, രാജഭരണത്തിലാണെന്നാണ് ഒരുപക്ഷെ സോണിയാഗാന്ധിയും കൂട്ടരും അവരുടെ ധിക്കാരങ്ങൾ കൊണ്ടും ശരീരഭാഷകൾ കൊണ്ടും വർത്തമാനങ്ങൾ കൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്തെങ്കിലും ആകട്ടെ, അവർ വിചാരിച്ചോട്ടെ, അവരുടെ വിചാരം അവരെ രക്ഷിക്കട്ടെ, അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. പക്ഷേ ജനപ്രതിനിധികൾ എപ്പോഴും ആരുടെ കൂടെ വേണ്ടത്? ജനങ്ങളോടൊപ്പം. CPM ആണെങ്കിൽ എപ്പോൾ എവിടെ വേണമെന്ന് പറയും? AK സെൻറ്ററിൽ വരണം, പാർട്ടിയോടൊപ്പം വേണം, പാർട്ടിയോടൊപ്പം എന്നുള്ളതാണ് അവരുടെ നിലപാട്. കോൺഗ്രസ്സിന് പിന്നെ അങ്ങനെ നിലപാടൊന്നുമില്ല. നേതാക്കളോടൊപ്പം അവരെ മണിയടിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സ്ഥാനം കിട്ടുക, അവരെ സുഖിപ്പിക്കുക. അതുകൊണ്ടാണല്ലോ KV തോമസ് തിരുതാക്കറിയും ഒക്കെ ആയിട്ട് പോയത്. അപ്പോൾ അതുപോലെ CPM ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതായത് ലീഡർ യാത്ര പോകുമ്പോൾ അദ്ദേഹത്തിന് നെയ്മീൻ കറി എന്നുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനു പകരം വേറെ ഏതോ ഒരു ചൂരമീൻ കൊടുത്ത നമ്മുടെ ആനത്തലവട്ടം ആനന്ദൻ, പ്രമുഖനായിട്ടുള്ള അഴിമതിരഹിതനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിനോട് പിണക്കം കാണിച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാതെ ഇറങ്ങിപ്പോയി. പിന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ വീട്ടിലേക്കാണ് പോയത്. അദ്ദേഹം രായിക്ക് രാമാനം പാളയം മാർക്കറ്റിൽ പോയി, കൊണ്ണിമാര മാർക്കറ്റിൽ പോയിട്ട് നെയ്മീൻ വാങ്ങിച്ച് കറി വെച്ച് കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. ഇപ്പോഴത്തെ യാത്രയിലല്ല, ഇത് പാർട്ടിയുടെ തന്നെ ഭാഗമായിട്ടുള്ള, മുന്നണിയുടെ തന്നെ ഭാഗമായിട്ടുള്ള സി ദിവാകരൻ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയല്ല, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യൂ, സാധാരണക്കാരോടൊപ്പം യാത്ര ചെയ്യൂ, സാധാരണക്കാർ കഴിക്കുന്ന കടകളിൽ നിന്ന് കഴിക്കൂ, 5 സ്റ്റാർ ഹോട്ടലിലല്ല നിങ്ങൾ പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളോടൊപ്പം എന്നുള്ള ഒരൊറ്റ വാക്കിൽ തന്നെ തീർച്ചയായിട്ടും അടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജീവിതം നയിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ BJP ദേശീയ അധ്യക്ഷനായിട്ടുള്ള നിതിൻ നബിൻ, 45 വയസ്സുകാരൻ, അദ്ദേഹത്തെ കണ്ടു. അതുപോലെ തന്നെ ദേശീയ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള BL സന്തോഷിനെ കണ്ടു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെയും കണ്ടു. നിയമസഭാ പ്രഭാരിയായിട്ടുള്ള വിനവ് താവ്ഡെ, അദ്ദേഹമാണ് പുതിയ പ്രഭാരി. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അദ്ദേഹത്തിനെ കണ്ടു. കേന്ദ്രമന്ത്രിയും തെരഞ്ഞെടുക്കപ്പെട്ട മുൻ കേന്ദ്രമന്ത്രിയും സംസ്ഥാന പ്രഭാരിയുമായ മുൻ പ്രഭാരി ജാവേദ്കറെ കണ്ടു. സഹപ്രഭാരി അപരാജിത സാരംഗി, അതിശക്തമായ ഒരു പ്രസംഗം പാർലമെൻറ്റിൽ ബജറ്റിനെ സംബന്ധിച്ച് നടത്തിയ അപരാജിത സാരംഗി. അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറി അനിൽ ആൻ്റണി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, C സദാനന്ദൻ മാസ്റ്റർ, രാജ്യസഭാ മെമ്പർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് K സോമൻ, ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് സുരേഷ്, അനൂപ് ആൻ്റണി, തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമനജയൻ, ഇവരൊക്കെ ആയിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശിബിരം നടന്നു, 2 ദിവസം നീണ്ടുന്ന ഒരു ശിബിരം. തീർച്ചയായിട്ടും ഇവരെ കുറച്ചുകൂടെ അവരുടെ ബ്ലണ്ട് എഡ്ജസ് ഒക്കെ ഒന്ന് ഷാർപ്പാക്കാൻ, അവരെ കൂടുതൽ നൈപുണ്യമുള്ളവരാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന, അവരെ അതിന് ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശിബിരമാണ് അവിടെ നടന്നത്. CP രാധാകൃഷ്ണൻ, രാജ്യസഭ അധ്യക്ഷനായിട്ടുള്ള വൈസ് പ്രസിഡൻ്റായിട്ടുള്ള CP രാധാകൃഷ്ണൻ, അദ്ദേഹത്തെ കണ്ടു. അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റിൽ വരുന്നില്ല. രാഹുൽ ഗാന്ധി അവിടെ അവിശ്വാസ പ്രമേയം എളപ്പിട്ടിട്ടില്ലെങ്കിലും പ്രതിപക്ഷം ഒപ്പിട്ടൊരു അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് പറഞ്ഞൊരു
പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം ആ പാർലമെൻ്ററി മര്യാദ കാണിച്ചു. എൻ്റെ പേരിൽ അവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വരുന്നില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്ത് പുറത്തു നിൽക്കുന്ന ഓം ബിർളയെയും കണ്ടു. അതുപോലെ തന്നെ JP നഡ്ഡയുടെ വസതിയിൽ രാത്രി വിരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് കേരളത്തിലേക്ക് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണത്തിൽ ഒരു BJP ടച്ച് ഇപ്പോൾ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുപ്രധാനമായ കാര്യം അവസാനം പറയാം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക് പാലിച്ചു. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് വരും. അത് വന്നു കഴിഞ്ഞു. ഇനിയിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അദ്ദേഹം വരും. പ്രധാനമന്ത്രി വന്നാൽ അറിയാമല്ലോ, വളരെ ഇലക്ട്രിഫയിങ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം കഴിയും. പ്രസംഗം കൊണ്ടും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോകൾ കൊണ്ടും ജനങ്ങളോടുള്ള ഈ പറഞ്ഞ ആ ഇഴയടുപ്പം കൊണ്ടും സൃഷ്ടിക്കാൻ കഴിയുന്നു അദ്ദേഹത്തിന്. വലിയൊരു മാസ്മരികതയുണ്ട്, വലിയൊരു ചാമുണ്ട്, കരിഷ്മയുണ്ട് അതിൽ. അത് സൃഷ്ടിക്കാൻ കഴിയും. അതിനെ പിടിച്ചു കെട്ടാൻ ഇന്നിപ്പോൾ കേരളത്തിലുള്ള 2 മുന്നണികൾക്കും കഴിയുകയില്ല. മോദി വരും, താമര വിരിയും, അതിശക്തമായിട്ട് താമരകൾ വിരിയും. അതാണിപ്പോൾ കേരള നിയമസഭ. ഇപ്പോൾ BJPക്ക് ഒരു പേരിന് പോലും ഒരാളില്ലാത്ത സഭയുടെ ചിത്രം മറ്റൊന്നാക്കി മാറും എന്നുള്ളതിന് വേണ്ട ഒരു സംശയവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.